ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അദ്ദർസുൽ ഹാദിയ അശറ, 11ാമത്തെ പാഠം. അപ്പോൾ ഈ പാഠം 2 ഖണ്ഡികകളാണ്, പാരഗ്രാഫ്. അപ്പോൾ അത് നമുക്ക് ആദ്യം വായിക്കാം ഇൻഷാ അല്ലാ, പിന്നെ ഹല്ല് ചെയ്യാം, വ്യാകരണം ചെയ്യാം. ബാറക്കല്ലാഹു ഫീക്കും. അർത്ഥം കൂടി പറയാം. അപ്പോൾ ബൈത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. ബൈത്തുനുണ്ട്, അതിൻ്റെ കൂടെ ലമീർ മുത്തസിൽ യാ ചേർത്തിട്ടുണ്ട്. യാ എന്ന് പറഞ്ഞാൽ എൻ്റെ എന്ന് പറയാം, അല്ലെങ്കിൽ എന്നെ, അല്ലെങ്കിൽ എനിക്ക്. അപ്പോൾ ഇവിടെ ബൈത്തി എന്ന്, ഇവിടെ എന്താ ഉദ്ദേശം? എൻ്റെ വീട്. ഓക്കെ, എൻ്റെ വീട്. അപ്പോൾ നമുക്ക് വായിക്കാം. ഹാദാ ബൈത്തി, ഇത് എൻ്റെ വീടാകുന്നു. ബൈത്തി അമാമൽ മസ്ജിദി, എൻ്റെ വീട് മസ്ജിദിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഹർക്കത്തൊന്നും ഇല്ല ചിലതിന്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഗ്രാമർ പഠിച്ചുകൊണ്ട് നമുക്കറിയണം ഇൻഷാ അല്ലാ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഫത്തഹാണോ വരണ്ടേ, കസറാണോ വരണ്ടേ, ലമ്മത്താണോ വരണ്ടേ. ബാറക്കല്ലാഹു ഫീക്കും. ബൈത്തി ജമീലുൻ, എൻ്റെ വീട് ഭംഗിയുള്ളതാണ്. ഫീഹി ഹദീഖത്തുൻ സഗീറത്തുൻ, അതിലുണ്ട് ചെറിയ പൂന്തോട്ടം. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ഫീഹി അതിൽ, സഗീറത്തുൻ ചെറുത്. ഹാദിഹി ഗുർഫത്തി, ഇതെൻ്റെ മുറിയാണ്. അപ്പോൾ ഗുർഫത്തിൻ്റെ കൂടെയും യാ മുത്തക്കല്ലിമുണ്ട്, ലമീർ മുത്തസിൽ. അപ്പോൾ എൻ്റെ വീട്, എൻ്റെ റൂം, എൻ്റെ മുറി. ഗുർഫത്ത് പെണ്ണായതുകൊണ്ട് ഹാദിഹി. മുകളിൽ ബൈത്തുൻ ആണായതുകൊണ്ട് ഹാദാ. ഹാദാ ബൈത്തി. ഇപ്പോൾ ഹാദിഹി ഗുർഫത്തി, ഗുർഫത്ത് പെണ്ണായതുകൊണ്ട്. ബൈത്തുൻ്റെ താ നമുക്കറിയാം തുറന്ന താ ആണ്. ഗുർഫത്തുൻ്റെ താ നമുക്കറിയാം കെട്ടുള്ള താ ആണ്, താ മർബൂത്ത. ഓക്കെ, ആ താ മർബൂത്തൻ്റെ കൂടെ ലമീർ മുത്തസിൽ യാ ചേരുമ്പോൾ ആ താ തുറക്കും. ഓക്കെ, അത് നമ്മൾ പഠിച്ചതാണ്. സയ്യാറത്തിൻ്റെ ഉദാഹരണം തന്നപ്പം സയ്യാറത്തുൻ എന്ന് പറഞ്ഞപ്പം താ മർബൂത്ത ഉണ്ട്. പക്ഷെ സയ്യാറത്തുഹു എന്ന് പറഞ്ഞപ്പം ആ താ തുറന്നു, അതിന് കൂടെ ലമീർ മുത്തസിൽ ഹു ചേർന്നു. അപ്പോൾ ലമീർ മുത്തസിലുകൾ ഈ താ മർബൂത്തൻ്റെ കൂടെ ചേരുമ്പം താ തുറക്കും. അപ്പോൾ ഗുർഫത്തി കണ്ടോ, തുറന്ന താ ആണ്. ശ്രദ്ധിച്ചോ? ഫീഹ കണ്ടോ, പിന്നെയും ഗുർഫത്ത് പെണ്ണായതുകൊണ്ട് ഫീഹ. നാഫിദത്തുൻ കബീറത്തുൻ, അതിലുണ്ട്, അതായത് ആ റൂമിലുണ്ട്, നാഫിദത്തുൻ ഒരു ജനൽ, കബീറത്തുൻ വലുത്. അപ്പം നാഫിദത്തുനും പെണ്ണായതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്ന വലുതും എന്തായി? കബീറത്തുൻ പെണ്ണായി. വ മിർവഹത്തുൻ ജമീലത്തുൻ, ഭംഗിയുള്ള ഫാനും ഉണ്ട്. മിർവഹത്ത് എന്ന് പറഞ്ഞാൽ ഫാന്, അപ്പം അത് മുഅന്നസാണ്. മിർവഹത്തുൻ കെട്ടുള്ള താ, അതിനെ കൊണ്ടാണ് അവസാനിക്കുന്നത്. അപ്പോൾ ജമീലത്തുൻ കെട്ടുള്ള താ അവിടെയും വരണം, ജമീലത്തുൻ. മുകളിൽ ബൈത്തി ജമീലുൻ, കാരണം ബൈത്ത് ആണാണ്, അപ്പോൾ ജമീലുനും ആണാണ്. നാത്ത് മന്നൂത്തിനെ പിൻപറ്റും. ഇവിടെ മിർവഹത്തുൻ പെണ്ണായതുകൊണ്ട് ജമീലത്തുൻ പെണ്ണായി, മുഅന്നസുൻ. അത് നമുക്ക് ഇൻഷാ അല്ലാ വിശദീകരിച്ചിട്ട് ഇത് വായിച്ച് കഴിഞ്ഞിട്ട് പോകാം. ഹാദാ സരീരി, ഇതെൻ്റെ കട്ടിലാണ്. വഹാദ കുർസിയുൻ, ഇതെൻ്റെ കസേലയുമാണ്. വഹാദ മക്തബി, ഇതെൻ്റെ മേശയുമാണ്. സാഅത്തി വ കലമി വ കിതാബി അലൽ മക്തബി, മേശയുടെ മുകളിലാണ് എൻ്റെ
പുസ്തകവും എൻ്റെ പേനയും എൻ്റെ വാച്ചും. സാഅത്ത് എന്ന് പറഞ്ഞാൽ വാച്ച്. വഹഖീബത്തി തഹ്തൽ മക്തബി, എൻ്റെ ബാഗ് മേശയുടെ താഴെയുമാണ്. തഹ്തൽ മക്തബി, തഹ്ത ദർഫ് വന്ന അതിന് ശേഷം ഇസ്മ മജ്റൂർ, മുലാഫിലെ മജ്റൂർ, അൽ മക്തബി. നാഫിദത്തുൻ ഗുർഫത്തി മഫ്തൂഹത്തുൻ, എൻ്റെ റൂമിൻ്റെ ജനവാതിൽ മഫ്തൂഹത്തുൻ തുറന്നതാണ്. നാഫിദത്തു മുലാഫാണ്. അപ്പം നാഫിദത്തു ഗുർഫത്തി, എൻ്റെ റൂമിൻ്റെ ജനവാതിൽ. നാഫിദത്തു ഗുർഫത്തി, ഗുർഫത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ റൂം. നാഫിദത്തു ജനവാതിൽ, അപ്പോൾ എൻ്റെ റൂമിൻ്റെ ജനവാതിൽ. നാഫിദത്തു ഗുർഫത്തി മഫ്തൂഹത്തുൻ തുറന്നതാണ്. ഹാദിഹി ഗുർഫത്തു അഖി, എൻ്റെ സഹോദരൻ്റെ റൂമാണ് ഇത്. വത്തിൽക്ക ഗുർഫത്തു ഉഖ്തി, എൻ്റെ സഹോദരിയുടെ റൂമുമാണ് അത്. ഗുർഫത്തു അഖി കബീറത്തുൻ വ ഗുർഫത്തു ഉഖ്തി സഗീറത്തുൻ, എൻ്റെ സഹോദരൻ്റെ റൂം വലുതും എൻ്റെ സഹോദരിയുടെ റൂം ചെറുതുമാണ്. ഗുർഫത്തു അഖി അമാമ ഗുർഫത്തി, എൻ്റെ റൂമിൻ്റെ മുന്നിലാണ് എൻ്റെ സഹോദരൻ്റെ റൂം. വ ഗുർഫത്തു ഉഖ്തി അമാമൽ മത്ബഖി, എൻ്റെ സഹോദരിയുടെ റൂം അടുക്കളയുടെ മുന്നിലുമാണ്. ലീ അഖുൻ വാഹിദുൻ, എനിക്ക് ഒരു സഹോദരനുണ്ട്. ഇസ്മുഹു ഉസാമത്തു, അദ്ദേഹത്തിൻ്റെ പേര് ഉസാമ എന്നാണ്. വലി ഉഖ്തുൻ വാഹിദത്തുൻ, എനിക്കൊരു സഹോദരിയുമുണ്ട്. ഇസ്മുഹ സുആദു, അവളുടെ പേര് സുആദാണ്. അബി വ ഉമ്മി ഫി തിൽക്കൽ ഗുർഫത്തിൽ കബീറത്തി, എൻ്റെ ഉമ്മയും ഉപ്പയും ആ വലിയ റൂമിലാണ്. അന ഉഹിബ്ബു അബി വ ഉമ്മി, ഞാൻ എൻ്റെ ഉമ്മയും ഉപ്പയും സ്നേഹിക്കുന്നു. വ ഉഹിബ്ബു അഖി വ ഉഖ്തി, എൻ്റെ സഹോദരനെയും സഹോദരിയെയും സ്നേഹിക്കുന്നു. ബാറകല്ലാഹു ഫീക്കും.